രുചിയാണ്. ഞാൻ ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ കണ്ടു വന്നിരിക്കുന്നത്. കലാകാരന്മാർ എപ്പോഴും നമ്മുടെ നാടിൻ്റെ അനുഗ്രഹമാണ്. സിനിമ സീരിയൽ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ശ്രീ ജിനു ആനിക്കാടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് വീട്ടിലെ രുചിയിൽ. നനുത്ത മഴത്തുള്ളികളായി വന്ന് മഴവെള്ളപ്പാച്ചിൽ പോലെ കുതിച്ചുയരുകയാണ് മലയാള കാഴ്ചാ സംസ്കാര മേഖലയിലെ താരങ്ങളും അഭിനേതാക്കളും. എണ്ണിയാൽ ഒടുങ്ങാത്തവർ അഭിനയമോഹവുമായി പ്രതിദിനം ചേക്കേറുമ്പോൾ മഴവില്ലൊളിപ്പിച്ച ജലഗണം പോലെ ഈ ദൃശ്യസാഗരത്തിലേക്ക് വന്നു വീണലിഞ്ഞ ഒരു പ്രതിഭയെ പരിചയപ്പെടുത്തുകയാണിവിടെ. ജിനു ആനിക്കാട്. അതെ, ജിനു ആനിക്കാട് എന്ന വ്യത്യസ്ത കലാകാരൻ താരജാടകളില്ലാതെ മലയാള ദൃശ്യ മാധ്യമ സീരിയൽ സിനിമാ രംഗത്ത് 2 ദശാബ്ദം കൊണ്ട് തൻ്റെതായ വഴി തീർത്തെടുത്ത സാധാരണക്കാരുടെ താരമായി മാറിയിരിക്കുന്നു. ആകാരഭംഗിയും അഭിനയശേഷിയും അയത്ന ലളിത ശൈലിയും കൊണ്ട് സീരിയൽ രംഗത്തും ചെറു ശ്രദ്ധേയ വേഷങ്ങളിലൂടെ അഭ്രപാളികളിലും മിന്നിത്തിളങ്ങിയ ജിനു ആനിക്കാട് 1000-ൽ പരം TV എപ്പിസോഡുകളിൽ ആങ്കറിംഗിൽ നിന്നും ലഭിച്ച പരിചയസമ്പന്നത സ്വന്തം അഭിനയ മികവിന്റെ ആജ്ഞാശക്തിയായി മാറ്റിയെടുത്തിരിക്കുന്നു. 2003-ൽ ദൂരദർശന്റെ പ്രഭാത പരിപാടികളിലൂടെ അവതാരകനായാണ് കൗമാരക്കാരനായ ജിനു ഈ രംഗത്തേക്ക് കടന്നു വരുന്നത്. പ്രഭാതവന്ദനം, ഈ രാത്രി, വികസന സന്ദേശം, നാട്ടിലൂടെ തുടങ്ങിയ മാഗസിൻ പ്രോഗ്രാമുകൾക്ക് ആങ്കറായും ആതിഥേയനായും തിളങ്ങി. പിന്നീട് അഭിനയ രംഗത്തേക്ക് കാൽവെച്ചു. നമസ്കാരം. നമസ്കാരം. എങ്ങനെയാണ് ഈ അഭിനയ രംഗത്തേക്ക് വരാനുള്ള കാരണം? ഞാൻ ഈ അഭിനയ രംഗത്തേക്ക് വന്നത് ദൂരദർശൻ്റെ ഒരു ഓണ പ്രോഗ്രാം, ആ പ്രോഗ്രാമിലൂടെയാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയ രംഗത്തേക്ക് വരുന്നത്. അന്നൊരു ഓണ സ്പെഷ്യൽ പ്രോഗ്രാം, അശോകനും ജലജ ചേച്ചിയുടെയും ഒക്കെ കൂടെ ഒരു ഓണ പ്രോഗ്രാം ചെയ്താണ് എൻ്റെ എൻട്രി എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അതിനുശേഷം വേറെ എന്താണ് ചെയ്തിരുന്നത്? അതിനുശേഷം ദൂരദർശൻ്റെ പ്രഭാതവന്ദനം, ഈ രാത്രി, വികസന സന്ദേശം, നാട്ടിലൂടെ, അങ്ങനെ കുറേ പ്രോഗ്രാംസ്, അതായത് ഇൻ്റർവ്യൂ പോലത്തെ മാഗസിൻസ് പ്രോഗ്രാംസ് അവതാരകനായിട്ട് വർക്ക് ചെയ്തു. അതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് ചന്തു എസ് നായരാണ്. സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി, അത് തന്നെ വളരെ സന്തോഷമാണ്. ഞാൻ എൻ്റെ ഗുരുസ്ഥാനത്ത് കാണുന്ന ഒരാളാണ് ശ്രീ ചന്തു എസ് നായർ സാറ്. അപ്പോൾ സാറിൻ്റെ കൂടെ അങ്ങനെ കുറേ നീണ്ട വർഷങ്ങൾ തന്നെ എനിക്ക് ആ പ്രോഗ്രാം ചെയ്യാൻ സാധിച്ചു. ദൂരദർശൻ്റെ ആ പ്രോഗ്രാം ചെയ്തതിന് ശേഷം ഞാൻ ജീവൻ TV-യിൽ കൊച്ചു വർത്തമാനം എന്നൊരു ടെലിസ്ട്രിപ്പ് ഏതാണ്ട് 5 വർഷത്തോളം ആ പ്രോഗ്രാം നിർമ്മിക്കുകയും അതോടൊപ്പം തന്നെ അതിനകത്തൊരു ക്യാരക്ടർ, അതിൻ്റെ വെയിറ്റിംഗ് ഷെഡിൽ ഇരുന്നിട്ട് കുട നന്നാക്കുന്ന ഒരു കുട റിപ്പയറായിട്ടൊരു ക്യാരക്ടർ ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ ഒരു പ്രോഗ്രാം കൈരളിയിലും ചെയ്തു. അപ്പോൾ ഈ പ്രോഗ്രാം അഭിനയിക്കുന്നതല്ലാതെ തന്നെ ഈ നിർമ്മാണത്തിലൂടെ അന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അങ്ങനെയൊരു പ്രോഗ്രാം ചെയ്തു. അതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് ഇപ്പോൾ അടുത്തിടയ്ക്ക് റിലീസായ ജങ്കാർ എന്ന സിനിമയുടെ സംവിധായകൻ ശ്രീ മനോജ് T. യാദവാണ്. അങ്ങനെ 4ഓളം സിനിമകളിൽ ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു. പരസ്യ ചിത്രങ്ങളും ജിനുവിനെ സ്വീകരിച്ചു. പറക്കാട് ജുവലറിയുടേതായിരുന്നു ആദ്യ പരസ്യം. പിന്നീട് പലതവണ പല വേഷങ്ങളിൽ. കഴിഞ്ഞ തവണ വന്നപ്പോ ഇവക്ക് ഈ കണ്ണടയില്ലായിരുന്നു. എന്താ ഇത്? എന്തൊരു വേളമാണോ ഇത്? അവന് വേണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാ നിർബന്ധിക്കാൻ പോകുന്നത്? ഏഷ്യാനെറ്റ് ബ്രോഡ്ബാൻഡിന് വേണ്ടിയുള്ള പരസ്യം ഏറെ ശ്രദ്ധേയമായി. എൻ്റെ പ്രതിമാസ ബില്ല് 825 രൂപയാണ്. ഈ പ്രാവശ്യം അത് 1355 രൂപയാണ്. അതെങ്ങനെ? PRDക്ക് വേണ്ടി ചന്തു എസ് നായർ നിർമ്മിച്ച ദുരന്ത ലഹരിയിൽ ആശ്വാസം പകരുന്ന ഡോക്ടറുടെ വേഷം കാഴ്ചക്കാർക്ക് പ്രചോദനം പകർന്നു. കുഴപ്പമില്ല. ഭാര്യയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? ഒരു ഓണനാളിൽ എന്ന പേരിൽ ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിക്കുന്ന മുത്തശ്ശിയുടെ കഥ പറയുന്ന ടെലിഫിലിമിൽ സുകുമാരിയോടൊപ്പം ചെയ്ത വേഷത്തിലൂടെയാണ് ജിനുവിന്റെ അഭിനേതാവിനെ തിരിച്ചറിയുന്നത്. പിന്നെ അവൻ കൊച്ചു കുട്ടിയല്ലേ, നീ ഇപ്പൊ എങ്ങും പോണ്ട, ഇവിടെ ഉണ്ടാവണം. പിന്നീട് ആങ്കറിങ്ങും അഭിനയവും ഒന്നുപോലെ കൊണ്ടുപോയി. കൊച്ചു വർത്തമാനങ്ങൾ എന്ന പേരിൽ ജീവൻ TV-യിൽ വന്ന 1000-ഓളം എപ്പിസോഡുള്ള ലഘു ആക്ഷേപഹാസ്യ സീരിയൽ ജിനുവിൻ്റെ കഥാപാത്രത്തിന് കയ്യടി നേടിക്കൊടുത്തു. മാത്രമല്ല ഇതിലെ
500-ൽ പരം എപ്പിസോഡുകളുടെ നിർമ്മാതാവും ജിനു തന്നെയായി മാറി. നിരവധി പരസ്യങ്ങളൊക്കെ ചെയ്തെന്നറിഞ്ഞു. അപ്പോൾ അതിനെപ്പറ്റി എന്തെങ്കിലും എക്സ്പീരിയൻസ് പറയാൻ പറ്റുമോ? എനിക്കൊന്ന് ആദ്യം പറക്കാട് ജുവലേഴ്സിൻ്റെ പരസ്യം തൊട്ട് ഇങ്ങോട്ട് തുടങ്ങിയ ഒരുപാട് ആയുർവേദ ഹോസ്പിറ്റലുകളെ, ഗാർഡൻ സോപ്പ്, കുളിക്കുന്ന സോപ്പിൻ്റെ പരസ്യം, അങ്ങനെ കുറേ നിരവധി പരസ്യങ്ങൾ ചെയ്ത് ഇപ്പോൾ ഏറ്റവും അവസാനം വന്നു നിൽക്കുന്നത് ഏഷ്യാനെറ്റിൻ്റെ ബ്രോഡ്ബാൻഡിൻ്റെ പരസ്യം. ഇപ്പോൾ റീസെൻ്റായിട്ട് ചെയ്തിരിക്കുന്നത് ഏഷ്യാനെറ്റിൻ്റെ ബ്രോഡ്ബാൻഡിൻ്റെ പരസ്യമാണ്. അങ്ങനെ കുറേ പരസ്യചിത്രങ്ങൾ അഭിനയിക്കുവാൻ സാധിച്ചു. സുകുമാരി ചേച്ചിയുടെ കൂടെ അഭിനയിച്ചു എന്നറിഞ്ഞു. എന്തായിരുന്നു ആ എക്സ്പീരിയൻസ്? സുകുമാരി ചേച്ചിയുടെ കൂടെ അഭിനയിക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ ഭാഗ്യമാണ്. ഞാൻ ഒരു ഓണ പ്രോഗ്രാമാണ്, എനിക്കൊന്ന് സുകുമാരി ചേച്ചി മരിക്കുന്നതിന് കുറേ നാൾക്ക് മുമ്പ് തന്നെ ഒരു ഓണ പ്രോഗ്രാം ഞങ്ങളൊന്നിച്ച് അഭിനയിച്ചു. അതിനകത്തൊരു സെൻട്രൽ ക്യാരക്ടർ ചെയ്യാൻ സാധിച്ചു. ഒരു വലിയ എക്സ്പീരിയൻസാണ്. സുകുമാരി ചേച്ചിയുടെ കൂടെ അഭിനയിക്കാൻ പറ്റിയെന്ന് പറയുന്നത് ഒരു വലിയ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അതിനകത്തൊരു വലിയ ഷൂട്ട് സമയത്ത് നടന്നൊരു കാര്യം സത്യത്തിൽ ഞാനിപ്പോൾ ഓർക്കുന്നു. നൈറ്റ് മുഴുവൻ ഫുൾ ഡേ നൈറ്റ് ഷൂട്ടായിരുന്നു. ഒരു 2 മണി 3 മണിയായിട്ടും തിരുവാതിരകളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ ഉറക്കം തൂങ്ങി. ഞാനൊരു ഉറക്കം തൂങ്ങി ഡള്ളായിരുന്നൊരു സമയത്ത് തന്നെ സുകുമാരി ചേച്ചി വളരെ ആക്റ്റീവായിട്ട്, ഇത്രയും പ്രായമൊന്നും നമുക്ക് ഫീൽ ചെയ്യാത്ത രീതിയിൽ വളരെ ആക്റ്റീവായിട്ട് അഭിനയിക്കുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് അതിശയം തോന്നി. കാരണം ഇത്രയും പ്രായം ഉണ്ടായിട്ടും ആ വർക്കിനോടുള്ള കമ്മിറ്റ്മെൻറ്റും കലയോടുള്ള സ്നേഹവും കൊണ്ട് ചേച്ചി വളരെ ആക്റ്റീവായിട്ട് എന്നെ കൂടെ ഒന്ന് ആക്റ്റീവ് ആക്കി കൊണ്ടുവന്ന് അഭിനയിച്ചു. അതൊക്കെ ഓർക്കുമ്പോൾ സത്യത്തിൽ ഒരു ഭയങ്കര സന്തോഷവും അതോടൊപ്പം തന്നെ എന്താ പറയുക ഭാഗ്യവുമായിട്ട് ഞാൻ കരുതുന്നു. അപ്പോൾ ആ ഒരു ഇത് ഞാൻ സമ്മതിച്ചിരിക്കുകയാണ്. ഇത്രയും പ്രായം ഇത്രയും ആയിട്ട് പോലും ആ കലയോടുള്ള താല്പര്യവും വർക്കിനോടുള്ള ആ ഒരു കമ്മിറ്റ്മെൻറ്റും എല്ലാം കൂടെ ചേർത്ത് വളരെ നന്നായിട്ട് അന്ന് ആ പ്രോഗ്രാം ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. എനിക്ക് എൻ്റെ ജീവിതത്തിലൊരു ഭാഗ്യമായിട്ടും അതോടൊപ്പം തന്നെ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു സുകുമാരി ചേച്ചിയോട് കൂടി അഭിനയിക്കാൻ പറ്റിയത്. പിന്നെ എനിക്ക് അതുപോലെ തന്നെ നമ്മുടെ PRDയുടെ നമ്മുടെ ഗവൺമെൻറ് പ്രോജക്റ്റായിട്ടുള്ള സെൻട്രൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് നിർമ്മിച്ച ദുരന്ത ലഹരി എന്നൊരു പ്രോഗ്രാം, അതിലൊരു നമ്മുടെ കുടിയം ബൈജു എന്ന കഥാപാത്രത്തെ ചികിത്സിച്ച് ഭേദമാക്കുന്ന ഒരു ഡോക്ടറുടെ വേഷം അത് ചെയ്യാൻ സാധിക്കും. ഞാൻ എപ്പോഴും ഓർക്കും അത് നല്ല സമൂഹത്തിന് വളരെയധികം നല്ല മെസ്സേജ് നൽകുന്ന ഒരു പ്രോഗ്രാമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഡോക്ടറായിട്ട് അഭിനയിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സീരിയലുകളും ഇതിനോടൊപ്പം തിളങ്ങുന്നുണ്ട്. അതെ രമേശ, നമ്മുടെ ഉറച്ച സീറ്റാ. ഇനി താൻ മെമ്പർ രമേശനാ. സൂര്യ ടിവിയിലെ പെയ്തൊഴിയാതെ എന്ന സീരിയലിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വേഷമിടുന്ന ജിനു ആനിക്കാട് വീട്ടിലെ സ്വീകരണ മുറികളിലെ ശ്രദ്ധേയ സാന്നിധ്യമായി മാറിയിരിക്കുന്നു. ഇപ്പോൾ ഏത് സീരിയലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സീരിയൽ സൂര്യ TV സംപ്രേഷണം ചെയ്യുന്ന, എല്ലാ ദിവസവും പോയിട്ട് 6:30 സംപ്രേഷണം ചെയ്യുന്ന പെയ്തൊഴിയാതെ എന്ന സീരിയൽ. അതിനകത്ത് ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ വേഷം, അത്യാവശ്യം നല്ലൊരു വേഷം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. സ്വന്തം നാട്ടുകാരനായ സംവിധായകൻ ജോണി ആന്റണി നൽകിയ ഒരു അഭിനയ സാധ്യതയാണ് സിനിമയിലേക്കുള്ള കാൽവയ്പിന് കളമൊരുക്കിയത്. മാസ്റ്റേഴ്സ് എന്ന സിനിമയിൽ പൃഥ്വിരാജിനോടൊപ്പം ജിനു അഭിനയിച്ചു. പക്ഷേ അത് ചെറിയ വേഷമായിരുന്നതുകൊണ്ട് അത്രയധികം ശ്രദ്ധിക്കപ്പെട്ടില്ല. ചിന്നദാദ എന്ന ചിത്രത്തിൽ പോലീസ് ഓഫീസറുടെ വേഷമിട്ട് തന്റെ അഭിനയ സാധ്യത സിനിമയിലും ഒന്ന് തെളിയിച്ചു. പിന്നീട് പല സിനിമകൾ. വർണ്ണവസന്തങ്ങൾ എന്ന സിനിമയിലും ശ്രദ്ധേയ കഥാപാത്രമായി മാറി. ഇത്തിക്കര കൊമ്പൻ, ക്ലാസ് നമ്പർ 12B, ഉദയം കാത്ത്, അങ്ങനെ നിരവധി സിനിമകളിലൂടെ ജിനു ആനിക്കാട് പ്രേക്ഷകരുടെ പരിചിതനായി മാറി. നിരവധി സിനിമകളൊക്കെ അഭിനയിച്ചു എന്നറിഞ്ഞു. ഏതൊക്കെ സിനിമയാണെന്നൊന്ന് നമ്മളോട് പങ്കുവെക്കാൻ പറ്റുമോ? ഞാൻ സിനിമയിൽ സത്യത്തിൽ അധികം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നില്ല. ചാനലും പ്രോഗ്രാമും ഇങ്ങനത്തെ ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് മാസ്റ്റേഴ്സ്, നമ്മുടെ ജോണി ആൻ്റണി സാർ സംവിധാനം ചെയ്ത മാസ്റ്റേഴ്സ് എന്ന ചിത്രത്തിലൂടെ സിനിമയിലേക്ക് കടന്നു വരുന്നത്. പക്ഷേ ആ സിനിമയിൽ അത്ര ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലുള്ളൊരു വേഷം ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ശ്രീ രാജു കെ സംവിധാനം ചെയ്ത ചിന്നദാദ എന്ന സിനിമ, അതിനകത്ത് ഒരു റിയാസ് ഖാൻ നായകനാകുന്ന സിനിമയാണ്. അതിനകത്ത് ത്രൂ ഔട്ട് ഒരു പോലീസ് ഓഫീസറായിട്ട്, ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിട്ട് അഭിനയിക്കാൻ പറ്റി. അതെനിക്ക് ഒരു നല്ലൊരു ഇമേജ് ഉണ്ടാക്കി തന്ന ഒരു സിനിമയാണ്. കാരണം ഒരു ക്യാരക്ടർ അതുപോലത്തെ ഒരു ക്യാരക്ടറായിരുന്നു. അതുപോലെ തന്നെ ആ സമയത്ത് തന്നെ റിലീസായ വർണ്ണവസന്തങ്ങൾ എന്നൊരു സിനിമ, അത് കംപ്ലീറ്റ് മൂന്നാർ പശ്ചാത്തലത്തിൽ ഷൂട്ട് ചെയ്തതാണ്. പത്മകൃഷ്ണൻ സാർ ഡയറക്റ്റ് ചെയ്ത് വർണ്ണവസന്തങ്ങളിലും ഞാൻ ശിവജി ഗുരുവായൂരിനോടൊപ്പം ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനായിട്ട് അതിനകത്ത് അഭിനയിക്കാൻ സാധിച്ചു. ഇതൊക്കെയാണ് റിലീസ് ചെയ്ത സിനിമകൾ.
അതിനുശേഷം പിന്നെ എന്താണ് ചെയ്തത്? ഇപ്പോൾ ഒരു 3-4 സിനിമകളുണ്ട്. ഇപ്പം ഏറ്റവും അടുത്ത് തന്നെ റിലീസ് ചെയ്യാനുള്ളത് ഉദയം കാത്ത് എന്നൊരു സിനിമയാണ്. അതിലും ഒരു പോലീസ് ഓഫീസറായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അത് ലഹരിക്കെതിരെയുള്ളൊരു ശക്തമായ പ്രമേയമാണ്. അതുപോലെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലൊരുങ്ങിയ കേരളപ്പട, ചിത്രാഞ്ജലി പാക്കേജ് ചെയ്ത കേരളപ്പട ഉടനെ തന്നെ റിലീസിനുണ്ട്. അതിനുശേഷം ആനയെ നായകനാക്കി ശ്രീ രാജു കെ സംവിധാനം ചെയ്യുന്ന ഇത്തിക്കര കൊമ്പൻ എന്ന സിനിമ, അത് വളരെ നാളുകൾക്ക് ശേഷം ആന നായകനായ ഒരു സിനിമയാണ്. വളരെ നല്ല വനവും വയനാടൻ പശ്ചാത്തലത്തിലും ഒക്കെ കൂടി ഒരുങ്ങുന്ന ആ സിനിമയാണ്. അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിലും ശ്രദ്ധിക്കപ്പെടുന്നൊരു വേഷം ചെയ്യാൻ സഹായിച്ചു. അതിനുശേഷം എൻ്റയർലി ഡിഫറെൻറ്റ്, ഇതുവരെ ചെയ്തതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ആരവൻ എന്നൊരു സിനിമ ഇപ്പോൾ ഇടുക്കി പശ്ചാത്തലത്തിൽ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു 19-20 വയസ്സുള്ള ഒരു നായകൻ്റെ അച്ഛനായിട്ട് ഒരു ഏജ്ഡ് കഥാപാത്രം, ഇതുവരെ ചെയ്തതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ളൊരു കഥാപാത്രം ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ലാസ്റ്റ് ഷെഡ്യൂൾഡ് ഇപ്പോൾ ഉടനെയുണ്ട്. ഇതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ. ഇനി വരാൻ പോകുന്ന പുതിയ സിനിമകൾ ഏതൊക്കെയാണ്? ഇനി വരാൻ പോകുന്ന പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഒരു ലെജൻഡ് ഡയറക്ടർ, സൂപ്പർ ഹിറ്റുകൾ തന്നെ ചെയ്തൊരു ഡയറക്ടറിൻ്റെ ഒരു പ്രോജക്റ്റുണ്ട്. അത് ഏതാണെന്ന് ഞാനിപ്പം അത് വെളിപ്പെടുത്തുന്നില്ല. അതുപോലെ തന്നെ ഒരു അഡ്വക്കേറ്റിൻ്റെ വേഷം, കോട്ടയം രമേശ് ചേട്ടനൊക്കെ ആയിട്ട് ഒന്നിച്ച് ഒരു അഡ്വക്കേറ്റിൻ്റെ വേഷം ആണ് വേറൊരു പ്രോജക്റ്റ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ 2-3 പ്രോജക്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. അടുത്ത് തന്നെ തുടങ്ങുമെന്ന് വിചാരിക്കുന്നു. ഈ സിനിമാ ജീവിതത്തിൽ മറക്കാനാവാത്ത സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പങ്കുവെക്കുന്നത് നല്ലതായിരിക്കും. തീർച്ചയായിട്ടും എനിക്ക് 2025 ഒരു ഓർക്കുമ്പോൾ തന്നെ വിഷമമുള്ളൊരു നഷ്ടം ഉണ്ടായ ഒരു സംഭവമുണ്ട്. കാരണം ഞാൻ ഉദയം കാത്തെന്ന് പറഞ്ഞ സിനിമ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഇപ്പോഴത്തെ സൂപ്പർ ഹിറ്റുകളെല്ലാം ചെയ്തത് മുഴുവൻ സൂപ്പർ ഹിറ്റാക്കിയ ഒരു ഡയറക്ടറുടെ, ഏത് ഡയറക്ടറെന്ന് ഇപ്പം ഞാൻ പറയുന്നില്ല, സിനിമ ഇപ്പോൾ റിലീസായിട്ടില്ല, റിലീസാകാൻ പോകുന്നേ ഉള്ളൂ. അതിനകത്തൊരു നല്ല ക്യാരക്ടർ എനിക്കൊരു ഓഫർ വന്നതാണ്. പക്ഷേ ഈ സിനിമ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് അതിൽ നിന്ന് ജോയിൻ ചെയ്യാനും സാധിച്ചില്ല. അങ്ങനെ ആ പ്രോജക്റ്റ് ചെയ്യുവാൻ എനിക്ക് സാധിച്ചില്ല. അത് സത്യത്തിൽ അത് എനിക്കെന്നല്ല ആർക്കാണെങ്കിലും അത് സിനിമാ ലോകത്ത് കിട്ടുന്നതിൽ ഏറ്റവും വലിയൊരു നഷ്ടമായിട്ട് തന്നെ കണക്കാക്കാൻ പറ്റും. കാരണം അതുപോലത്തെ ഒരു സൂപ്പർ ഹിറ്റ് ഡയറക്ടറുടെ ഒരു ബിഗ് ബജറ്റ് മൂവിയായിരുന്നു. അത് ഓർക്കുമ്പോൾ സത്യത്തിൽ ഒരു നല്ല വിഷമം തന്നെയുണ്ട്. പിടിവിടാത്ത യുവത്വവും ആകാര സൗഷ്ഠ്യവും അഭിനയ മികവും സമന്വയിച്ച് അനുഗ്രഹിക്കുന്ന ജിനു ആനിക്കാട് തൻ്റെ തട്ടകം ചലച്ചിത്ര രംഗം തന്നെയാണെന്ന് ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയുമുണ്ട് വേഷങ്ങൾ പകർന്നാടാൻ. നിരവധി വേഷങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, അതിലുപരിയായി എന്ത് വേഷം ചെയ്യാനാണ് ആഗ്രഹം? ഇല്ല, അങ്ങനെ എന്താ പറയുന്നത്, എല്ലാ വേഷങ്ങളും സിനിമയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ കാണുന്ന ഒരാളാണ് ഞാൻ. ഒരു പ്രത്യേകമായിട്ട് ഇന്നൊരു വേഷം ചെയ്യണം അങ്ങനെ ആഗ്രഹമില്ല. അതിനൊരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞല്ലോ, ഒരു കുട നന്നാക്കുകാരനായിട്ട്, ഞാൻ നിർമ്മിച്ച പ്രോഗ്രാമിൽ കുട നന്നാക്കാരനായിട്ട് വരെ ഞാൻ 3-4 വർഷം ഞാൻ ചാനലിൽ പ്രോഗ്രാം ചെയ്തതാണ്. അപ്പോൾ എനിക്ക് ഇന്ന വേഷമൊന്നുമില്ല, കിട്ടുന്ന ഏത് വേഷവും വളരെ നന്നായിട്ട് ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഇത്രയും നേരം വീട്ടിലെ രുചിയിൽ വന്ന് വിശേഷങ്ങളൊക്കെ പങ്കുവച്ചതിന് നന്ദി. നമസ്കാരം.